എല്ലാവർക്കും നമസ്കാരം. മിക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൽ 17 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചായിരുന്നു രോഹിത് ശർമ്മയുടെ സംഘം രണ്ടാം T20 വേൾഡ് കപ്പ് നേടിയത്. അതിനുശേഷം നാട്ടിലേക്ക് തിരികെത്തി ഇന്ത്യൻ സംഘത്തിന് വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു രാജ്യം ഒന്നടങ്കം നൽകിയത്. രാവിലെ ഡൽഹിയിലെത്തി ഇന്ത്യൻ ടീം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം തിരികെ മുംബൈയിലേക്ക് പോയി ടീം അവിടെ വാങ്കഡയുടെ സമീപ പ്രദേശങ്ങളിൽ വിക്ടറി പരേഡൊക്കെ നടത്തിയിട്ടുണ്ട്. 2007 പ്രഥമ T20 വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായ MS ധോണിയുടെ സംഘം അന്ന് നടത്തിയ വിക്ടറി പരേഡിന് സമാനമായ രീതിയിലായിരുന്നു മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിന് സമീപ പ്രദേശങ്ങളിൽ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘം ചരിത്രമായ വിക്ടറി പരേഡ് നടത്തിയത്. അപ്പോൾ അന്ന് വാങ്കഡയിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു BCCI സെക്രട്ടറി ജയ്ഷാ വിജയിച്ച ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് 125 കോടി രൂപ പാരിതോഷികം സമ്മാനിച്ചത്. അപ്പോൾ ആ ഒരു 125 കോടി രൂപ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഒഫീഷ്യലായി BCCI തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് ഇന്ത്യൻ താരങ്ങൾക്കും റിസർവ് താരങ്ങൾക്കും കോച്ചിങ് സ്റ്റാഫിലെ മെമ്പേഴ്സിനും അതോടൊപ്പം തന്നെ സെലക്ഷൻ കമ്മിറ്റി പാനലിനുമൊക്കെ അടക്കം എങ്ങനെയായിരിക്കും ആ ഒരു 125 കോടി രൂപ BCCI നൽകിയ 125 കോടി രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? ടീമിൽ ഉൾപ്പെട്ട 15 താരങ്ങൾക്കും, അതായത് റിസർവ് താരങ്ങളല്ലാതെ ടീമിൽ ഉൾപ്പെട്ട 15 താരങ്ങൾക്ക് ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് 5 കോടി രൂപ വീതമായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്കറിയാം രാഹുൽ ദ്രാവിഡ്, ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള രാഹുൽ ദ്രാവിഡ്, അദ്ദേഹത്തിൻ്റെ കോച്ചിങ് പാനലിൽ ഉൾപ്പെട്ട മറ്റ് അസിസ്റ്റൻറ്റ് കോച്ചസിനും ബാറ്റിംഗ് കോച്ചസിനും ബൗളിംഗ് കോച്ചസിനും ഫീൽഡിംഗ് കോച്ചസിനും ഉൾപ്പെടെ അവരുടെ ആ ഒരു രാഹുൽ ദ്രാവിഡിൻ്റെ ആ ഒരു കോച്ചിങ് സ്റ്റാഫ് ഉൾപ്പെട്ട അവർ കോച്ചസിന് 2.5 കോടി രൂപയായിരിക്കും ആ ഒരു പ്രതിഫലത്തിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ടീം ഇന്ത്യയുടെ ബാക്കപ്പ് സ്റ്റാഫുകൾക്ക് 2 കോടി രൂപ വീതമായിരിക്കും ആ ഒരു സമ്മാനത്തുകയിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. ഒപ്പം ഇന്ത്യയുടെ സെലക്ഷൻ കമ്മിറ്റി പാനൽ, നമുക്കറിയാം അജിത് അഗാർക്കർ ചീഫ് സെലക്ടറായിട്ടുള്ള ടീം ഇന്ത്യയുടെ വേൾഡ് കപ്പ് സെലക്ഷൻ കമ്മിറ്റി പാനലിന് 1 കോടി രൂപ വീതമായിരിക്കും സമ്മാനത്തുകയിൽ നിന്നും ലഭിക്കാൻ പോകുന്നത്. പിന്നീട് ഇന്ത്യയുടെ റിസർവ് താരങ്ങൾ നമുക്കറിയാം ശുഭ്മാൻ ഗിൽ, റിങ്കു സിംഗ്, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ തുടങ്ങി ഇന്ത്യയുടെ 4 റിസർവ് പ്ലെയേഴ്സിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു 4 റിസർവ് താരങ്ങൾക്കും കൂടി 1 കോടി രൂപ വീതമായിരിക്കും സമ്മാനത്തുക ലഭിക്കാൻ പോകുന്നത്. അതിൽ നമുക്കറിയാം ശുഭ്മാൻ ഗില്ലും ആവേശ് ഖാനും സെമി ഫൈനൽ സൂപ്പർ 8ലേക്ക് കടക്കുന്നപ്പോൾ ടീം ഇന്ത്യയുടെ റിസർവ് താരങ്ങളിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതിനാൽ തന്നെ റിങ്കു സിംഗിനും ഖലീൽ അഹമ്മദിനുമായിട്ടായിരിക്കും റിസർവ് പ്ലെയേഴ്സിൻ്റെ 1 കോടി രൂപ ലഭിക്കാൻ പോകുന്നത്. സോ ഇതാണ് T20 വേൾഡ് കപ്പിൽ കപ്പടിച്ച ഇന്ത്യൻ ടീമിന് BCCI പ്രഖ്യാപിച്ച 125 കോടി രൂപയുടെ വിതരണം. ചാമ്പ്യന്മാരായ 15 അംഗ ഇന്ത്യൻ സ്ക്വാഡിന് 5 കോടി രൂപ, ഇൻഡിവിജ്വൽ പ്ലെയേഴ്സിന് 5 കോടി രൂപ വീതം, കോച്ചിങ് സ്റ്റാഫിലെ മെമ്പേഴ്സിന് 2.5 കോടി രൂപയും, ഇന്ത്യയുടെ ബാക്കപ്പ് സ്റ്റാഫിന് 2 കോടി രൂപയും, സെലക്ഷൻ കമ്മിറ്റി പാനലിനും റിസർവ് താരങ്ങൾക്കും 1 കോടി രൂപ വീതവും ലഭിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മിക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.